பிறந்தது ராகம். கவிதை கேளுங்கள், கருவில் பிறந்தது ராகம். நடனம் பாருங்கள், இதுவும் ஒரு வகையாகும். பூமி இங்கு சுற்றும் மட்டும் ஆட வந்தேன், என்ன நட்டம். பூமி இங்கு சுற்றும் மட்டும் ஆட வந்தேன், என்ன நட்டம். ஓடும் மேகம் நின்று பார்த்து கைகள் தட்டும். கவிதை கேளுங்கள், கருவில் பிறந்தது ராகம். நடனம் பாருங்கள், இதுவும் ஒரு வகையாகும். தின்னா திரிக்கிட்டதா தின்னா 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 திரிக்கிட்டதா தின்னா 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 திந்திர கிட்டதா தின்னா நகு திந்தரி கிட்ட தின்னா தின்னா திந்திர கிட்டதா தின்னா நகு திந்தரி கிட்ட தக 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 தாங்கு தாங்கு தா தாங்கு தாங்கு தா தாங்கு தாங்கு. நேற்று என் காட்டு சூரியம் விலகியதே, பாதை சொல்லாமல் விதியும் விலகியதே. கால நேரம் சேரவில்லை, காதல் ரேகை கையில் இல்லை. சாகப் போனேன் சாகவில்லை, மூச்சு உண்டு வாடவில்லை. வாய் திறந்தேன் வார்த்தை இல்லை, கண் திறந்தேன் பார்வை இல்லை. தனிமையே இளமையின் சோதனை, இவள் மனம் புரியுமா இது விடு கதை. கவிதை கேளுங்கள், கருவில் பிறந்தது ராகம். கவிதை கேளுங்கள், நடனம் பாருங்கள். ஹோ! ஜகன ஜகன ஜம் ஜம் தக ஜகன ஜகன ஜம் ஜம் ஜகன ஜகன ஜம் ஜம் தக ஜகன ஜகன ஜம் ஜம். ஜகன ஜகன ஜம் ஜம் தக ஜகன ஜகன ஜம் ஜம் ஜகன ஜகன ஜம் ஜம் தக ஜகன ஜகன ஜம் ஜம். ஓம் ததீம் ததீம் பதங்கள் பாட, ஜகம் நடுங்க என் பதங்களாட. ஜகன ஜகன ஜம் ஜம் தக ஜகன ஜகன ஜம் 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 ஜகன ஜகன ஜம் ஜம் தக ஜகன ஜகன ஜம் ஜம் ஜம். ஜகன தீம் த ஜகன தீம் ததீம் 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 த ஓம் ததீம் ததீம் பதங்கள் பாட, ஜகம் நடுங்க என் பதங்களாட. பார்வை மீது பவள மல்லிகை பதியம் போட்டுதாரு, ஓடும் நீரில் காதல் கடிதம் எழுதி விட்டது யாரு. அடுப்பு கூட்டி அவிச்ச நெல்லை விதைத்து வைத்தது யாரு. அலையில் இருந்து உலையில் விழுந்து துடி துடிக்குது மீனு. இவள் கனவுகள் நனவாக மறுபடி ஒரு உறவு. சலங்கைகள் புது இசை பாட விடியட்டும் இந்த இரவு. கிழக்கு வெளிச்சம் இருட்டு கிழக்கட்டும், இரவின் முடிவில் கனவு பலிக்கட்டும். இருண்டு கிடக்கும் மனமும் வெளுக்கட்டும். ஓம் ததீம் ததீம் பதங்கள் பாட, ஜகம் நடுங்க என் பதங்களாட. ஓம் ததீம் ததீம் பதங்கள் பாட, ஜகம் நடுங்க என் பதங்களாட. கவிதை கேளுங்கள், கருவில் பிறந்தது ராகம். അനുഷ്ക എന്താ കിട്ടില്ല പെർഫോമൻസ്. താങ്ക് യു. മൊത്തത്തിൽ എന്തൊക്കെയോ ഇവിടുന്ന് എല്ലാം എനിക്ക് തോന്നുന്നു അനുഷ്കയുടെ പാട്ടിനനുസരിച്ച് ഇവിടെ ഇതുവരെ ധുന്നൊക്കെ പെട്ടെന്ന് നിർത്തിയ സമയത്ത് അതെ കോസ്റ്റ്യൂമും എല്ലാം അടിപൊളി. അമ്മയായിരിക്കുമല്ലോ ചെയ്തിട്ടുണ്ടാവാ. ഓക്കെ നമുക്ക് ചോദിച്ചു നോക്കാം. ശരത് സർ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി
പക്ഷേ മോളെ ഈ പല്ലവിയിലും ചരണങ്ങളിലും പല ഏരിയകളിലും മോക്കൊരു കൺട്രോൾ ഇല്ലായ്മയുണ്ട്. അവിടെ ഇവിടെ ഒന്ന് പെർഫെക്റ്റ് ആവാനുള്ള ഒരു കേട്ടോ. മോളെ ആലാപ് ഒന്ന് പാടുമോ? മുകളിലുള്ള മധ്യമത്തിലേക്ക് പോകുന്ന ഒന്ന് പാടാമോ? മോളെ വെരി ഗുഡ് വെരി ഗുഡ്, അതേ ഉള്ളൂ. അതുപോലെ കുഞ്ഞെ മക്കളെ, ഈ ഇതിൽ എന്താ നടന്നിട്ടിരിക്കുന്നതെന്നറിയോ? രാജസ്ഥാൻ്റെ കോമ്പോസിഷനിൽ ഒരു ഷിഫ്റ്റ് നടന്നിട്ടില്ലേ? ശ്രുതി ടോണിക് നോട്ട് ഇപ്പം കൊച്ചു ഗാന്ധാരത്തിലേക്കാണ് അദ്ദേഹം ഷിഫ്റ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് അത് കുറേയും കൂടെ പിന്നെ അതാണ് ഷഡ്ജം അല്ലേ? അപ്പം ഞാൻ മോളെ ഇത് അതൊന്നും കൂടെ പക്കയാക്കാം, അത് ശരിയായിക്കൊണ്ടാൽ മതി. ഇതിന്റെ കണക്ട് ഒന്ന് പാടുമോ? ഈ അനുപല്ല കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരത്തില്ലേ? സാഗപ്പോനേൻ സാഗവില്ലൈ മൂച്ച് ഉണ്ട് വാഴവില്ലൈ வாய் திறந்தேன் வார்த்தை இல்லை கண் திறந்தேன் பார்வை இல்லை தனிமையே இளமையின் சோதனை இவள் மனம் புரியுமா இது விடு கதை கவிதை கேளுங்க ഒന്നുകൂടെ അത് എന്റെ നോക്കേ. ഇത് വിട് കதை കവിത കേളുങ്ങൾ. ഇത് വിട് കதை. നമുക്ക് നമ്മുടെ ടോണിക്കിന്റെ വലിയ ഗാന്ധാരാണ് അത്. ഇപ്പൊ ശ്രുതി മാറ്റിപ്പാടിയതിന്റെ ചെറിയ ഋഷഭമാണത്. കവിത കേളുങ്ങൾ. അതിനൊരു മ്യൂസിക്കൽ കണക്ട് ഉണ്ടാവും മോളെ കേട്ടോ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുന്നുണ്ട്. സൂപ്പർ മോളെ, സൂപ്പർ സൂപ്പർ. പിന്നെ അത് കഴിഞ്ഞിട്ട് ജഗണ കഴിഞ്ഞിട്ട് വരുന്ന ആലാപ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്തോ മോളെ. ആലാപ് ജഗണ കഴിച്ചിട്ട് വരുന്ന ആലാപ് നമുക്ക് വൃത്തിയായിട്ടൊന്ന് പാടിയാലോ? അടുത്തത് വെരി ഗുഡ് മോളെ. ശ്രുതി ശ്രുതി ശ്രുതി. മോളെ ഷാർപ്പാണടാ നീ. ജഗണ ജഗണ ജം ജം തക ജഗണ ജഗണ. ബാക്കിയൊക്കെ കൊള്ളാം. എന്ത് വൃത്തിയാണ് മോള് പെട്ടെന്നാ പഠിക്കുന്ന പറയുമ്പോ. വെരി ഗുഡ് മോളെ കേട്ടാ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഐ ലവ് യു. താങ്ക് യു സർ. ഐ ലവ് യു ടു. അങ്ങനെയാണ് പറയേണ്ടത്. താങ്ക് യു. ഐ ലവ് യു എന്ന് പറയുമ്പോൾ താങ്ക് യു അല്ല മറുപടി. അവള് പെട്ടെന്ന് ഒരു ഐ ലവ് യു കിട്ടിയോ? ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാൾ ഐ ലവ് യു പറയുന്നത്. താങ്ക് യു ശരത് സർ. ഷാനിക്ക. അനുഷ്ക എന്താ നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സർ. പിന്നെ നമ്മുടെ ശ്രീധരൻ. എന്തൊക്കെ പരിപാടിയായിരുന്നു. എന്ത് മൾട്ടി ടാസ്കിങ് അദ്ദേഹത്തിന് വലിയൊരു കൈയടി. സൂപ്പർ സൂപ്പർ. അനുഷ്ക ഈ പറഞ്ഞ പോലെ ഒരുപാട് ഡയമെൻഷൻസും ഒരുപാട് ലേയേഴ്സും ഉള്ള ഒരു പാട്ട് ഒരുവിധം നന്നായിട്ട് തന്നെ മോള് മാനേജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത് ഓഫ് കോഴ്സ് വന്നപ്പോ ഉണ്ടായ ഒരു അനുഷ്ക അല്ല, ഇപ്പം നന്നായിട്ട് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇതുപോലെ ഉള്ള ഹെവി ഡ്യൂട്ടി പാട്ടുകളൊക്കെ എടുത്തിട്ട് വരാനുള്ള ഒരു ധൈര്യം അനുഷ്ക കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. കീപ് ദാറ്റ് അപ്പ്. ഓക്കെ, നല്ല ശബ്ദമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഗോൾഡൻ മൈക്ക് അടിച്ചിട്ട് രക്ഷപ്പെട്ട ഒരാളാണ്. ഇനി ആ അവസ്ഥ ഉണ്ടാവരുത്. മീൻസ് ഗോൾഡൻ മൈക്ക് അടിക്കരുത് എന്നല്ല, ഡേഞ്ചർ സോണിൽ വരുന്ന അവസ്ഥ ഉണ്ടാവരുത് കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഹരിചേട്ടാ, സോങ് എടുത്തതിനൊരു സല്യൂട്ട്. ഒരു ഗംഭീര പാട്ട് രാജാസ് സാറിന്റെ എന്തുവാ ചെയ്തു വെച്ചേക്കുന്നത്. അയ്യോ, വാണിയമ്മയും ജയേന്ദ്രൻ സാറും കൂടി പാടിയ പാട്ട്. പിന്നെ ഒരു നല്ല ഇമ്പ്രൂവ്മെന്റ് കണ്ടിട്ടുണ്ട്. ആദ്യം വന്ന് ഒതുങ്ങിയിരുന്ന് പാടുന്ന ഒരാളായിരുന്നു. ഇപ്പം ഇങ്ങനത്തെ സോങ്സും പാടാൻ പറ്റുന്നുള്ളത് പ്രൂവ് ചെയ്ത് തുടങ്ങി.
ബാക്കിയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് അതിന്റെ മെയിൻ കാര്യങ്ങൾ എന്നുള്ളത് ശരത് സാറും ഷാനിക്കയും പറഞ്ഞു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു Okay. സർ. കീപ് ഗോയിങ്. താങ്ക് യു ഹരിച്ചേട്ടാ. അനുഷ്ക മാർക്സ് ചോദിക്കാം. ഹരിച്ചേട്ടാ അപ്പൊ ഇന്നത്തെ പെർഫോമൻസിന് ഐ എം ഗിവിംഗ് യു 9. താങ്ക് യു സർ. സൂപ്പർ. ഷാനിക്ക അലറ ചില്ലറ തെറ്റുകുറ്റങ്ങൾ അവിടെ ഇവിടെ ഒക്കെ കണ്ട സ്ഥിതിക്ക് ഞാൻ അതിൽ നിന്നൊരു 0.5 ഒന്ന് കുറയ്ക്കുന്നുണ്ട്. 8.5. താങ്ക് യു സർ. 17.5 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. കൺഗ്രാറ്റ്സ്. താങ്ക് യു. നീ വിചാരിച്ചില്ലല്ലേ? ഇല്ല. പക്ഷേ ശരത് സാർ പ്രതീക്ഷിക്കാമോ ഞങ്ങൾക്ക് എന്ത് ഇട്ട മാർക്കിൽ കുറച്ച് നല്ലതുണ്ടാവും? ഒക്കെ പോയി എന്റെ മുഖം കണ്ടാ മനസ്സിലാവും ഞാൻ നല്ല മാർക്ക് ഇടുവല്ലോ. മനസ്സിലായി മനസ്സിലായി. മനസ്സിലായോ? ഇല്ല. ഇല്ല സാരില്ല, ലാസ്റ്റ് മനസ്സിലാവും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഡാ. താങ്ക് യു.